അധ്യാപകൻ ടി.ജെ. ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ പ്രതി സവാദ് താമസിച്ചത് കണ്ണൂർ മട്ടന്നൂരിലെ വാടക വീട്ടിൽ. താമസിച്ചത് ഷാജഹാൻ എന്ന പേരിൽ. സംഭവം നടന്ന 13 വർഷത്തിന് ശേഷമാണ് പ്രതിയെ പിടികൂടുന്നത്. വന്നപ്പോഴാണ് യഥാർത്ഥ പേര് സവാദ് എന്ന് അറിയുന്നത്. ഇവിടെ വരുമ്പോൾ 2 ഭാര്യയും ഒരു കുട്ടിയും സവാദും മാത്രമാണ് ഇവിടെ വാടകയ്ക്ക് വരുമ്പോൾ. പിന്നീടാണ് ഒരു കുട്ടിയും കൂടി ജനിച്ചത്. ആ കുട്ടിക്ക് ഏതാണ്ട് ഒരു 9 മാസം പ്രായമായിരിക്കും. 2 വർഷമായി. നേരത്തെ വിളക്കോടാണ് താമസം എന്നാണ് പറഞ്ഞത്. അവിടെ നിന്നാണ് ഇവിടെ വരുന്നത്. ഇവിടുന്ന് ആശാരി പണി ചെയ്ത് ജീവിക്കുന്നതാണ്. തൊട്ട പ്രദേശങ്ങളിൽ പോയിട്ടാണ് പണിയെടുക്കൽ. ഈ പ്രദേശമായിട്ട് അങ്ങനെ ഒരു ബന്ധമൊന്നും ഈ വ്യക്തിക്കില്ല. കാരണം ചെറുപ്പക്കാരായിട്ടോ അല്ല കുടുംബങ്ങളായിട്ടോ ഒരു ബന്ധവും ഈ പ്രദേശത്തില്ല. ഇപ്പോൾ തൊട്ടവിടുത്തെ ഒരു വീട് വരുന്നത് ഈ SDPI പ്രവർത്തകരുടെ വീടാണ്. അവിടെയാണ് ഇപ്പോൾ പണിയെടുക്കുന്നത്. ഇല്ല, ഇവിടെ ഇല്ല. രാഷ്ട്രീയ പാർട്ടിയായിട്ട് ആയിരിക്കും ബന്ധം. ഇവിടെ CPM-നും ലീഗിനും സ്വാധീനമുള്ള മേഖലയാണ്. NDF വളരെ അപൂർവമാണ് SDPIക്കാർ. പക്ഷെ ഇവിടെയായിട്ട് അങ്ങനെ ഒരു ബന്ധമില്ല. പക്ഷെ മറ്റു മേഖലക്കകത്ത് ബന്ധങ്ങൾ എത്രത്തോളാന്നുള്ളത് അത് അന്വേഷിക്കേണ്ടതാണ്. ഭാര്യയൊന്നായിട്ട് ഒരു ഓളെ ഇങ്ങോട്ട് ഇറങ്ങി പോയില്ല. ആ വീട്ടിൽ തന്നെ രണ്ടാളും ഒന്നായിട്ട് പോകുന്നതല്ലാണ്ട് പുറത്ത് വീടുകളായിട്ടില്ല ബന്ധമൊന്നുമില്ല. ഏകദേശം എത്ര വർഷം ഇവിടെ? ഇവിടെ 2 വർഷം. 2 വർഷം.